എന്തായിരുന്നു ടി വി ആയിട്ടുള്ള പ്രശ്നം നിങ്ങൾക്ക് കേക്കട്ടെ പറയണേ. ഇതിന്റെ തുടക്കം എവിടെയാന്ന് എനിക്ക് ക്ലിയർ അറിയത്തില്ല. അല്ല നീ ഗ്യാങ്ങിന്റെ ആരാണ് പറഞ്ഞത്? ഒന്ന് ചോദിക്കണോ? നീ ഗ്യാങ്ങിന്റെ ആരാടാ? നീ ആരാന്ന് പറഞ്ഞ റേഡിയോയിലോട്ട് ലെമ്പറില് ലോഡ് എടുക്കണ ഒരു ആനയുണ്ട്. അതിനെ ലോഡ് കോലീഡറാക്ക്. നല്ലോണം കൂടുതൽ കേട്ടില്ല. സംസാരിക്കുന്നു പറഞ്ഞിട്ടാണ് സിറ്റുവേഷൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. വെയിറ്റ് ചെയ്യ ബ്രോ. അപ്പൊ ഇന്നലെ എന്തിനാ സംസാരിക്കണം എന്ന് പറഞ്ഞ നമ്മളോട്? ഇന്നലെ എന്താ സംസാരിക്കണം എന്ന് പറഞ്ഞ നമ്മളോട്? അതൊന്ന് പറ. നമ്മള് സംസാരിക്കാൻ ഇന്ന് വന്നത്. അപ്പൊ ബ്രോ പിണക്കോണ്? ആനയും കുട്ടിക്കൊമ്പനും അടിയാണോ? ഓ നടുവേദന, ചന്തി വേദന, വാവേദന ഇല്ല. അവനെ റേഡിയോ കയറ്റിക്കോ. ഞാൻ ഒന്നുകൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ബ്രോ. ഇത് സിറ്റുവേഷൻ എന്താണ്? ഇവിടെ ബാലനായിരുന്നു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ബാലൻ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ആരാന്ന് വെച്ചാൽ അവരെ വിളിച്ചിട്ട് എന്തോ പറയാനുള്ളതെന്ന് വെച്ചാൽ സംസാരിക്കല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ബാലൻ നമ്മളെ ഗാങ് ലീഡറിന്റെ പേര് വെച്ച് അവിടെ എന്തോ പാട്ടും പാടി കളിയാക്കിയെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് സിറ്റുവേഷൻ തുടങ്ങിയതാണ് പറയുന്നത്. പാട്ടെന്താ പാട്ട്? പാട്ടൊക്കെ എന്തെന്ന് ഞാനിപ്പോ എങ്ങനെ പറയാം? നമുക്കറിയണം ബ്രോ സിറ്റുവേഷൻ. അത് ബാലനാണ് പറഞ്ഞത്. നമ്മളെ ഗാങ് മെമ്പർ എനിക്ക് ചോദിക്കുന്നില്ല പറയാൻ പറ്റില്ല. വേണമെങ്കിൽ പറയാൻ ബ്രോ. അവൻ എന്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമില്ല പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ഗ്യാങ് എങ്ങനെയാണോ? ഒരുത്തം പാട്ട് പാടി എന്ന് പറഞ്ഞാൽ 25 പേരും തോക്കെടുത്ത് വാണം വിട്ട പോലെ വരുമോ ബ്രോ? ഇത് സിറ്റുവേഷൻ പറയാനാണ് വന്നത് ബ്രോ. നമുക്ക് കേൾക്കണം. അതുപോലെ തന്നെയാണ് ഇതും. നമ്മുടെ ഗാങ് ലീഡറിനെ പറഞ്ഞ ചോദിക്കുന്നില്ല. അപ്പൊ ഇന്നലെ എന്തിനാ സംസാരിക്കണം എന്ന് പറഞ്ഞേ? ഇന്നലെ കൊമ്പ വന്നിട്ട് എന്താണ് നിങ്ങൾ എടുത്ത് പറഞ്ഞത്? അല്ല ഇന്നലെ എന്തിനാ അതെന്താ എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നല്ലോ? ക്ഷണിക്കാൻ വിളിച്ചതാണോ? ഈ കണക്ട് റേഡിയോ എടുത്തിട്ട് അവൻ കേറിയിരുന്നല്ലോ. അത് കേറിയതിനു ശേഷം നിങ്ങൾ അടുത്ത് വല്ല പറഞ്ഞിരുന്നോ? നേരിട്ട് കണ്ടാ സംസാരിക്കുന്നു. എന്തായിരുന്നു? എഴുന്നള്ളിപ്പായിരുന്നോ സംസാരിക്കാൻ? അതിന് പുറമെ അവ ആ റേഡിയോ വേറൊന്നും പറഞ്ഞില്ലല്ലോ ബ്രോ. എനിക്ക് നമ്മൾ പാട്ട് മാത്രമല്ലേ ബ്രോ കിട്ടുള്ളൂ. ഇത്ര കൊള്ളാൻ എന്താ? ഞാൻ പറഞ്ഞ അവിടെ എന്തൊക്കെ നടന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല ബ്രോ ക്ലിയർ ആയിട്ട്. നിങ്ങളെടുത്ത് റേഡിയോ കയറി അവിടെ എന്താ സംസാരിച്ചെന്നുള്ള കാര്യം ബ്രോ. ഞങ്ങൾ ഇത്രയും നേരം ബ്രോ എടുത്ത് അതല്ലേ പറയണത്. സിറ്റുവേഷൻ അറിയാവുന്ന ബ്രോയ്ക്ക് അറിയത്തില്ല. അറിയാവുന്ന ഒരാളെ ഇന്നത്തെ കാര്യം ഞാൻ എക്സാക്ട് ആയിട്ട് പറഞ്ഞല്ലോ. ഇനി ഇന്നത്തെ കാര്യം എന്താ പറഞ്ഞ ഞാൻ അവരോട് വിളിക്കണം. ഈ കൊമ്പന് ഇടക്കിടക്ക് മതമുള്ളെങ്കിലും വല്ല ചങ്ങലക്ക് ഇടും ബ്രോ. ഒന്നും അറിയത്തില്ലെങ്കിൽ. കാടിവെള്ളം എന്തോ കലക്കി കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ എന്തോ പരിപാടി ഉണ്ട്. ഇത് ലൂപ്പാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളുടെ ഇത് സിറ്റുവേഷൻ അറിയാവുന്ന ഒരാളോട് വിളിച്ചോണ്ട് വന്നിട്ട് ഇത് സംസാരിച്ചിട്ട് എന്തോ വെച്ചാൽ തീരുമാനിക്കാം ബ്രോ. ഒരാളെ വിളിക്കും. ഈ 2 സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ഒരാളെ വിളിക്കും. അവനെ പേടിച്ച് മുള്ളി നിൽക്കുമായിരിക്കും. അവനോട് റെഡി കയറി എല്ലാ പ്രാവശ്യവും ഇവന്റെ കരച്ചില് ഞാൻ വീണു. ഇവനെ പാവം പോലൊക്കെ സംസാരിക്കുന്ന കർമ്മ പോപ്സ് ഉണ്ടോ? കർമ്മ പോപ്സ് ഈ ആനക്ക് മതം വിട്ടുമ്പോ നിങ്ങൾ എന്താ കൊടുക്കാറ് താറാൻ വേണ്ടി? അല്ലേ ഹലോ
ഇവന്മാരൊക്കെ നേരത്തെ വന്നിട്ട് അലർച്ചയായിരുന്നല്ലോടാ നേരത്തെ റെഡി ഇത്ര ബുദ്ധിമുട്ടി അവനെന്തിനാ ലീഡറാക്കി വെക്കണം ബ്രോ? വല്ല ടെമ്പറിൽ വല്ല അവനെ വല്ല തടി എടുക്കാൻ വിട് ബ്രോ. നിന്റെയൊക്കെ വായി പഴങ്കേരടാ. പറഞ്ഞല്ലോ ഇപ്പൊ വെളിയിൽ നിന്ന് കാണുന്നവര് വിചാരിക്കും നമ്മൾ ഇവന്മാരെ ഇട്ട് ഇറിറ്റേറ്റ് ചെയ്യുക, ടോർച്ചർ ചെയ്യുവാണ്. കുറച്ച് മുമ്പ് ഇവന്മാരുടെ നാക്കുണ്ടല്ലോ, മൂക്കിന്ന് വരെ നാക്കായിരുന്നു ഇവന്മാർക്ക്, മൂക്കിന്ന് വരെ. കൊമ്പനെ ഇവിടെ പോയി ലെമ്പറിൽ പണിയെടുക്കാൻ പോയി, തടി എടുക്കാൻ പോയാ. ബ്രോ ഞാൻ ഒരു കാര്യം പറയാവേ, 2 മിനിറ്റോടെ ഞങ്ങൾ നോക്കും. നിന്റെയൊക്കെ ആള് വന്നില്ലേ, നിനക്കൊക്കെ മറ്റേ വെയിറ്റ് ചെയ്തിരിക്കാൻ ഞങ്ങളിവിടെ വേറെ പണിയില്ലായിരിക്കുമല്ലോ. 2 മിനിറ്റ് അവൻ ജീവിതത്തിൽ വിചാരിച്ചു കാണില്ല സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അനുബ്രോ ടൈം ഫോർ ദി 300 GP എത്രേ ഉള്ളൂ? സിറ്റിന്ന് ഇറങ്ങിക്കോ. ഇവന്റെയൊക്കെ സൗകര്യത്തിന് ഇരിക്കാൻ നമ്മളാരാ? ഉണ്ടോടാ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോടാ? ഇവിടെ ഉണ്ട്, എല്ലാം കേൾക്കുന്നുണ്ടോ? ഇവിടെ ഉണ്ട്. അണ്ണാക്കില് പിരിയോടി അണ്ണാ അത് തിരക്കിലാണ്. ലെമ്പറിൽ തടി എടുക്കാൻ കൊമ്പന് ചെറിയ തിരക്കുണ്ട്. 1500. നേരത്തെ കൊണ എന്തായിരുന്നല്ലടാ? ചോക്കർ അവനെ വിളിച്ചിട്ട് റേഡിയോ ചോക്കറാണോടാ? എന്താണ് കാര്യം? എക്സ്പ്ലെയിൻ ആണ് എന്റെ. ഒരു മിനിറ്റ് പേര് ബാക്കി എടാ പോടാ, പോയിട്ട് ചോക്കറിനെ വിളിച്ചോടാ. എന്നോടാണോ വരാൻ പറഞ്ഞത്? ചോക്കറിനെ വിളിച്ചോടാ റെഡിയില്ലാത്തവനെ. അണ്ണിവന്മാർക്ക് വലിയ കൊണയിരുന്നാണ്, വലിയ കൊണയിരുന്നടാ. നീ വലിയ കൊണയിരുന്ന ഫ്രണ്ടി വന്നിട്ട് എടാ അവനൊക്കെ തൂരി കഴിഞ്ഞല്ലേ. എന്തൊക്കെ കേക്കണമല്ലേ? എടാ പോയടാ, മിണ്ടുന്നില്ല, പോയി. ഇവന് വല്ല പ്രാക്ക് കിട്ടും കേട്ടോ ബാലിന്. പണിയുണ്ട് ബ്രോ, ചുമ്മാ നിന്നോടൊക്കെ സംസാരിച്ചിരിക്കല്ല പണി. പോക്കറിന്റെ കൊട കേട്ടതിനെ 10 വരെ അടിക്കുന്നതാണ്. 10 ബുള്ളറ്റിൽ 1 ബുള്ളറ്റ് കൊള്ളിക്കാരറിയാത്ത അവനൊക്കെയാണ് ഇരുന്ന് കൊണ പറയണത്. ഫീൽഡില് പുതിയവനല്ലടാ നീ. നമ്മള് TDSന്റെ അവിടുന്ന് ബാലനുമായിട്ട് ഞാനും ഫോക്സും പിന്നെ നിങ്ങളെ ടീവിയിലെ ഇവന്താ ഫേക്ക് ബേസ് ഇടുന്നെ വീഡിയോ സംസാരിച്ചിട്ട്. സംസാരിക്കണം പറഞ്ഞിട്ട് എന്താ ഇന്നലെ നിങ്ങളല്ലേ സംസാരിക്കണം എന്ന് പറഞ്ഞത്? ഞാൻ പറയട്ടെ ബ്രോ, ഇന്നലെ ഓക്കെ കൊമ്പാച്ച റേഡിയോ കണ്ടിട്ട് നിന്റെ സംസാരിച്ച് എന്താ സംസാരിച്ച് നമുക്കറിയത്തില്ല. ഇന്നത്തെ കാര്യം ഞാൻ പറയാം. പറയട്ടെ, ഇന്നലെ എന്താ കൊമ്പന് പദം പൊട്ടിയിരിക്കുവായിരുന്നു? നിങ്ങളപ്പോ അടുത്തോട്ട് പോകത്തില്ല? ആദ്യം ഇന്നലെ ഫോൺ നമ്പർ ചോദിച്ചു. ഫോൺ നമ്പർ ചോദിച്ചപ്പോ ജില്ലുമോന് മാറി തെറ്റിച്ച് ഫോൺ നമ്പർ തന്നു. അതിനുശേഷമാണ് അതെന്തേലും ആവട്ടെ. പിന്നെ നിങ്ങള് കളക്ടർ റേഡിയോ ഇട്ടു, കളക്ടർ റേഡിയോ കയറി. നമ്മളാരും കയറിയിട്ടില്ല, കൊമ്പാച്ച മാത്രമേ കയറിയിട്ടുള്ളൂ. അതിനകത്ത് എന്താ നടന്നത് നമുക്ക് അറിയത്തില്ല. എടാ അങ്ങേരെ എന്തോ മതം പൊട്ടിയിരിക്കുക. നിങ്ങളൊന്ന് എന്താന്ന് വെച്ചാ ചെയ്തിട്ട് സംസാരിക്കും. എടാ ഇപ്പൊ തൽക്കാലം നിങ്ങൾ കൊമ്പാച്ചനെ വിളിക്കും, നമുക്ക് നോക്കാം എന്താ ഇന്നലെ സംസാരിച്ചെന്ന് ചോദിക്കാം. ഓരോരുത്തർക്കും ഓരോന്ന് അറിയത്തില്ലെന്നാ പറയണേ. നിങ്ങളെല്ലാം അല്ല നമുക്ക് പുള്ളി കേൾക്കണം ബ്രോ, എന്നാലേ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. റേഡിയോ കയറി ജസ്റ്റ് സംസാരിച്ച് കാണണമെന്ന് പറഞ്ഞു. നിങ്ങൾ കാണാൻ പറ്റത്തില്ല. അല്ല അപ്പൊ എന്തിനാണ് പേടിയാണോ എന്ന് ചോദിച്ചത്? എന്തിനാ പേടിയാണോ എന്ന് ചോദിച്ചത്? എന്തിനാ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ പേടിയാണോ എന്ന് ചോദിച്ചു. ബ്രോ അപ്പൊ ഇന്നലെ അപ്പൊ കൊമ്പന് പദം പൊട്ടിയ ദിവസം വരുന്നു. നമ്മൾ റേഡിയോ കണക്ട് ചെയ്യാൻ പറഞ്ഞു, സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റത്തില്ലെന്ന്
പാടിയ പാട്ടൊന്ന് പാടാവോ? ഇവന്റിലാണ് കാണാൻ പറ്റത്തില്ല. അപ്പം പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇല്ല, നിങ്ങൾ പറഞ്ഞു ബില്ല് പറഞ്ഞ് ഇല്ല പറ്റത്തില്ല, തീരത്തില്ല, നാളെ തീരത്തോളം പറഞ്ഞു. ഓക്കെ, നാളെ കാണാം. അപ്പോ നാളെ കാണാൻ വന്ന് നമ്മൾ TDSന്റെ അവിടെ നമ്മളെല്ലാരും കണ്ട്, അതായത് ഞാന്, ബാലിന്, ടീമിലെ ബാക്കി ആൾക്കാര്. അപ്പൊ ബാലൻ പറഞ്ഞ് വാ കാണാൻ സംസാരിക്കാം, ഇപ്പൊ ഞങ്ങൾ റെഡിയാ സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ഇല്ല, ഞങ്ങൾക്ക് സമയമായിട്ടില്ല, സമയമാകുമ്പോ കാണാന്ന് പറഞ്ഞ്. സമയമായപ്പോ നിങ്ങൾ ആ TDS കണ്ടില്ല. നമ്മൾ പിന്നെ നിങ്ങൾ എവിടെ വന്ന് നോക്കി, നിങ്ങൾ ഗ്യാങ് ഹൗസിന്റെ പുറത്ത് വന്നപ്പോ അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായതിനു ശേഷം അടിക്കുമെന്ന് തന്നെ പറഞ്ഞു. അല്ലടാ അല്ല ഞങ്ങള് നിന്നെ TDM വെച്ച് ട്രിഗർ ചെയ്തെന്നാണല്ലോ നിന്റെ ഡമ്മി കോർഡിനേറ്റർ പറഞ്ഞത്. കോർഡിനേറ്റർ വന്ന് പറഞ്ഞിട്ട് പോയെ. എന്താണ് ആനൊക്കെ വെക്കണം മൈക്ക് വേണ്ടി നിനക്ക് എല്ലാവർക്കും കൊണ്ടാ ബോധമില്ലേ? ബാക്കി പറ. അല്ല ഇത് എവിടെയാണ് സിറ്റുവേഷൻ സ്റ്റാർട്ട് ആയത്? ആ സംസാരിക്കാന്ന് പറഞ്ഞാൽ എന്താണ് ഇത്ര പ്രശ്നം നിനക്ക്? ഈ സ്റ്റോക്കറിന് ഇതാക്കുമ്പോ എന്തൊരു സുഖമളിയാ. വിളിക്കുന്നത് നിങ്ങളെ ഗ്യാങ് ലീഡർ എന്താ വിളിക്കുന്നത്? അപ്പൊ ആ പേര് വെച്ച് നമ്മൾ പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലേ? അതാണ് നോർമലി നമ്മൾ ചോദിച്ചു. അവിടെ നീയായിരുന്നുണ്ടായത്. നമ്മൾ വിചാരിച്ച് ക്രൈസ്റ്റ് ആയിരുന്നു. സോറി. കാര്യം പറയട്ടെടാ സ്റ്റോക്കറെ. അപ്പൊ ഈ പാട്ട് പാടുന്ന എല്ലാരും നാട്ട് മൊത്തം പാട്ട് പാടുന്ന വിട്. നിങ്ങൾ നാളെ കച്ചേരി നടത്താലോടാ ഈ പാട്ട് വെച്ചിട്ട് നീ നാട്ടുകാരെ പാട്ടിന്റെ കാര്യം വിട്. പറയട്ടെ ബാല, നീ പിണ്ട വിടും, നിന്റെ കൊമ്പാച്ചൻ കുറെ പിണ്ട വിടും നീ പറഞ്ഞിട്ടില്ലേ? അതിപ്പോ ആന പിണ്ടല്ലാതെ പിന്നെ എന്തിനാണ് ആന ശർക്കര ഇടൂടാ? പിന്നെ നീ എന്താ ഈ പറയണത്? അല്ല നീയൊക്കെ നിന്റെ ലീഡർ അപ്പൊ ആനയാണെന്നാണോ പറയുന്നത്? ആന പിണ്ടുവിടുന്നത് നിന്റെ ലീഡറായിട്ട് എടാ അപ്പൊ പേടിയാണോന്ന് ചോദിച്ചത് അപ്പൊ ട്രിഗറിങ് അല്ലേടാ? പേടിയാണോന്ന് ചോദിച്ചത് ട്രിഗറിങ് അല്ലേടാ? എടിമാര് മണ്ടന്മാര്. ആദ്യമേ കയറിപ്പോ മോഡയായിരുന്നു. ഞങ്ങള് പറഞ്ഞോട്ടെ, ഇന്നലെ ലീഡർ ഇല്ലായിരുന്നു. അപ്പൊ പുള്ളിക്ക് നമ്മൾ അറിയാവുന്ന ജയമാരിന്റെ അടുത്ത് ഇവർക്ക് ഭയങ്കര ശത്രുത ആയിരിക്കൂട്ടാ. അതാണ് ബ്രോ ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അതിന് നിങ്ങളുടെ മെമ്പേഴ്സ് എങ്ങനെയാണ് ബ്രോയോട് പറഞ്ഞത് നമുക്കറിയാം. നമ്മൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കാണണം, സംസാരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരാൾ റേഡിയോ കയറി ആ ബ്രോയുടെ അടുത്ത് ആദ്യമേ നമ്പർ ചോദിച്ചു. ബ്രോയുടെ അടുത്ത് പറഞ്ഞു ബ്രോ ഒന്ന് കാണാൻ പറ്റും. ഇത്രേ മതിയടാന്ന്. എടി ഇവന്മാരെയൊക്കെ കൊണ കേൾക്കുമ്പോ നീ മതി എന്ന് എന്തിനാടാ നമ്മള് പറയണത്? ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഇത്ര കൊണയായിരുന്നില്ലല്ലോ അവന്മാർക്ക്. നാളെ ലൈവ് ഇട്ട് അവന്മാര് പറയാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പൊ നീയൊക്കെ പറയും പാവണ്ടി എന്നൊന്നും പറയത്തില്ല. മനസ്സിലായില്ലേ? പാവണ്ടി എന്നൊന്നും നമുക്കില്ല. അടിച്ചാ പറയടാ. നിങ്ങൾ പറയുമ്പോ തമാശ, നമ്മൾ പറയുമ്പോ അത് തമാശ അല്ലെന്ന് പറഞ്ഞാൽ അപ്പൊ ആരാ ഫസ്റ്റ് തുടക്കൂട്ടെ? അപ്പൊ ആരാ ഫസ്റ്റ് തുടക്കൂട്ടെ? അപ്പൊ ആരാ ഫസ്റ്റ് തുടക്കൂട്ടെ? അപ്പൊ തുടങ്ങിയതാരാ? ആദ്യമേ ഞാൻ ആവുന്ന ഭാഷ പറഞ്ഞില്ലേ? എന്തായാലും പഠിച്ചില്ലേ പറ്റത്തുള്ളൂ. വാ തരാം. വാ